ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ സ്റ്റഡി ഗ്രൂപ്പ് എന്ന ഒരു ആക്ഷൻ കോമഡി സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് മിസ് ലീ ഒരു സാറിനോട് പീഹാനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന സാറാണെങ്കിൽ മിസ് അവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അന്വേഷിച്ച മിസ് കൊല്ലപ്പെടാൻ വരെ ചാൻസ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഇവൾക്കൊന്നും മനസ്സിലാവില്ല. ഇവൾ നേരെ പീഹാനെ ഓഫീസ് റൂമിലേക്ക് വിളിക്കും. അവൻ കൂളായിട്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് എന്തിനാ എന്നെ വിളിപ്പിച്ചത് എന്ന് ചോദിക്കും. ശേഷം സ്റ്റഡി ഗ്രൂപ്പിൻ്റെ മെമ്പറിനെ തേടി ഗാമിൻ ചെന്ന് കയറിക്കൊടുക്കുന്നത് ഒരു ഗേൾസിൻ്റെ ക്ലാസ് റൂമിലേക്കാണ്. അത് കണ്ടതും കയറിയ സ്പീഡിൽ തന്നെ അവൻ തിരിച്ചിറങ്ങുകയാണ്. എടാ അവിടെ കുറേ എണ്ണം ഉണ്ട്. ഗാമിനോട് അത് നീ അവിടെ പോയി ചോദിച്ചാൽ മതിയെന്നും പറഞ്ഞ് സേഹോൺ തള്ളിവിടാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ് റൂമിൽ ആരോ ഈ ജീവുവിൻ്റെ പേര് വിളിക്കുന്നത്. അപ്പോൾ അതാരാണെന്ന് കാണാൻ വേണ്ടി രണ്ടുപേരും കൂടെ ജനലിൽ നിന്ന് ഒളിഞ്ഞു നോക്കും. എന്നാൽ അകത്തിരിക്കുന്ന ജീവുവിനെ കാണുന്നതും സേഹോൺ ആണെങ്കിൽ ഈ ജീവു നമുക്ക് വേണ്ടടാ എന്ന് പറയാണ്. ഗാമിൻ ചോദിക്കുമ്പോഴാണ് സേഹോൺ ആ കാര്യം പറയുന്നത്. ഇവള് ഗാമിൻ അടിച്ച് പരുവാക്കിയ ആ ലീഹോന്റെ ട്വിൻ സിസ്റ്ററാണ്. ഇവിടെ ക്ലാസ്സിലാണെങ്കിൽ ഒരു ചൊറിയെത്തി പെണ്ണ്. ഇവൾ ഓരോന്ന് പറഞ്ഞ് ജീവുവിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവുവും അവളുടെ ഫ്രണ്ടും കൂടെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്റ്റഡി പ്ലാനൊക്കെ എടുത്ത് നിങ്ങൾ വെറുതെ കുറേ പരിശ്രമിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളുടെ കൂട്ടുകാരിയെ തല്ലാനായിട്ട് പോകുമ്പോൾ ജീവു എഴുന്നേറ്റ് നേരെ ഈ പെണ്ണിനെ പിടിച്ചു മാറ്റുകയാണ്. നീ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് എന്നെ മാത്രം മതിയെന്ന് പറയും. എന്നാൽ ഇതിൽ ദേഷ്യം വരുന്ന ആ പെണ്ണാണെങ്കിൽ ജീവുവിനെ ഒരുപാട് അടിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ച് ജീവു ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളൊന്നും പഠിക്കുന്ന കാര്യമൊന്നും നോക്കേ വേണ്ട എന്നും പറഞ്ഞ് അവളുടെ വായിലുണ്ടായിരുന്ന ഒരു ചൂയിങ്കം ജീവു ഉണ്ടാക്കിയ സ്റ്റഡി പ്ലാനിലോട്ട് തുപ്പുമ്പോൾ അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാണ് ഗാമി. ഏതടാ ഇവൻ എന്ന മട്ടിലായിരിക്കും എല്ലാവരും നോക്കുന്നത്. ഗാമിനാണെങ്കിൽ ഇവരുടെ സ്റ്റഡി പ്ലാന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ക്ലാസ്സിലോട്ട് ഒരുത്തൻ വന്ന് എന്താ ഇവിടെ ഭയങ്കര ശബ്ദം എന്ന് ചോദിക്കും. ഇവൻ്റെ പേര് ഗ്യൂജിൻ എന്നാണ്. അവൻ നേരെ ഗാമിൻ്റെ അടുത്തേക്ക് വന്ന് നീ ആ ഗാമിനല്ലേ ലീഹോണിനെ തല്ലിത്തോപ്പിച്ചവൻ? എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ ചൊറിയത്തിപ്പെണ്ണാണ് ഇവൻ്റെ ഗേൾ ഫ്രണ്ട് എന്നോർത്ത് ഗാമി ഓ ഇവൾ നിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നല്ലേ, സോറി, ഞാൻ ദേ ഈ ജീവുവിനോട് സംസാരിക്കാൻ വേണ്ടി വന്നാണെന്ന് പറയുമ്പോൾ അവൾ തന്നെയാണ് തൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയാണ് ഗ്യൂജിൻ. പെട്ടെന്ന് അങ്ങോട്ടേക്ക് സേഹോൺ വന്ന് ഗാമിൻ എന്തേലും പറയുന്നതിന് മുമ്പേ അവനെ വിളിച്ചുകൊണ്ട് പോകും. ഈ ഗ്യൂജിനാണെങ്കിൽ ജീവുവിനോട് നീ വേറെ ആണുങ്ങളോടൊക്കെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നറിഞ്ഞൂടെ, നിനക്ക് ശിക്ഷയുണ്ട്, കൈ കാണിക്കാൻ വേണ്ടി പറയും. ജീവുവിനാണെങ്കിൽ ഗ്യൂജിനെ ഒട്ടും ഇഷ്ടമല്ല എന്ന് അവളുടെ ഒരു എക്സ്പ്രഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ജീവു കൈ നീട്ടുന്ന സമയം ഗ്യൂജിൻ അടിക്കാൻ ചെല്ലുന്നതും പെട്ടെന്ന് ആരോ ഒരാൾ ചൂയിങ്കം കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് എറിയും. അത് ഗാമിനായിരുന്നു. അവൾ നിന്റെ ഗേൾ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് ഗാമിൻ വരുമ്പോൾ നീ വെറുതെ ഇതിൽ തലയിടാൻ നിൽക്കണ്ട, ലീഹോണിനെ അടിച്ചിട്ടെന്നും പറഞ്ഞ് നീ വലിയ ആളായെന്ന വിചാരം, നീ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങൂ എന്ന് പറഞ്ഞ് ഗാമിനെ അടിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് രണ്ട് സാർ വന്ന് ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ അസംബ്ലി ഉണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടി ഗ്യൂജിനോട് പറയുന്നു. ഗാമിനോട് ഞാൻ നിന്നെ പിന്നെ എടുത്തോളാം എന്നും പറഞ്ഞ് ഗ്യൂജിൻ അവിടെ നിന്ന് പോകും. എടാ ഇങ്ങനെ പോയാൽ സമാധാനപരമായിട്ട് ഒരു സ്കൂൾ ലൈഫ് നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അവൻ ആ ഡിസിപ്ലിനറി കമ്മിറ്റിയിലുള്ള മെമ്പറാണ്. എല്ലാ രാവിലെയും അവൻ ആ ഗേറ്റിൻ്റെ മുന്നിലുണ്ടാകും, നീ കണ്ടിട്ടില്ലേ? അപ്പോൾ ഗാമി അത് പിന്നെ എൻ്റെ സ്റ്റഡി ഗ്രൂപ്പിലൊരു മെമ്പറിനെ അവൻ തല്ലാൻ പോയാൽ ഞാൻ എങ്ങനെ നോക്കി നിൽക്കുന്നത്? അവളെ നീ ഇപ്പോൾ ഓൾറെഡി മെമ്പറാക്കിയോ എന്ന് ചോദിച്ച് നിൽക്കുമ്പോഴാണ് ഈ ജീവുവിൻ്റെ നേരത്തെ കണ്ട ഫ്രണ്ട് ഹേവോൺ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ജീവുവിൻ്റെ പേരിൽ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് ഗാമിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തത് ഈ ഹേവോൺ ആണ്. കാരണം ജീവു ബുള്ളി ഭയങ്കരമായിട്ട് നേരിടുന്നുണ്ട്. ആ ചൊറിയത്തിപ്പെണ്ണിൻ്റെയും ടീമിൻ്റെയും ആദ്യത്തെ ടാർഗറ്റ് ഈ ഹേവോൺ ആയിരുന്നു. എന്നാൽ ഹേവോണിനെ അതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ആളാണ് ജീവു. ചൊറിയത്തിപ്പെണ്ണിനെയും ടീമിനെയും ഇവൾക്കൊരു പേടിയും ഉണ്ടായിരുന്നില്ല. ഓ അപ്പോൾ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത് കൊണ്ടാണോ ഇവൾ ബുള്ളിങ് നേരിടുന്നത് എന്ന് സേഹോൺ ചോദിക്കുമ്പോൾ ഏയ് അതുകൊണ്ടൊന്നുമല്ല. ജീവുവിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ച് ചെറിയൊരു പ്രശ്നമുണ്ടായി. ഈ ജീവുവിൻ്റെ അനിയൻ ലേഹോൺ കുറച്ച് പൈസയും കൊണ്ടുപോകുന്ന വഴി ഒരാൾ അവനെയും തല്ലിച്ചതച്ച് ആ പൈസയും കൊണ്ട് മുങ്ങും. ആ പൈസ എന്ന് പറയുന്നത് പീഹാൻ്റെ ആയിരുന്നു. അത് അവനെ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവൻ പോയി കടം ചോദിക്കുന്ന ആളാണ് ഗ്യൂജിൻ. എന്നാൽ ഗ്യൂജിൻ ആ സിറ്റുവേഷൻ മുതലാക്കും. പൈസയ്ക്ക് വേണ്ടി ലേഹോണിനെ കൊണ്ട് ഈ ATM നിന്ന് പൈസ മോഷ്ടിപ്പിക്കും. എന്നിട്ടത് വീഡിയോ എടുക്കുകയും ചെയ്യും. ശേഷം ഇതിൻ്റെ പേരിലാണ് അവൻ ജീവുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. അവൾ എന്തെങ്കിലും പ്രവർത്തിച്ച് അനിയന് പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ജീവു പിന്നീട് ഈ ബുള്ളിങ് ഒക്കെ സഹിക്കാൻ തുടങ്ങി.
ജീവു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവളെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം. സത്യത്തിൽ എൻ്റെ അച്ഛൻ്റെ ട്രാൻസ്ഫർ കിട്ടിയത് കൊണ്ട് ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഉടനെ തന്നെ പോകും. ഇക്കാര്യം ഞാൻ ജീവുവിനോട് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഗ്യൂജിൻ്റെ അടുത്തുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് ജീവുവിനെ നിങ്ങളുടെ കൂടെ പഠിക്കാൻ ചേർക്കണം. ഗ്യാമിനാണെങ്കിൽ ഇപ്പോൾ നേരെ സീഹോനോട് ചോദിക്കും, എടാ എന്താ ചെയ്യേണ്ടത്? നീയല്ലേ പറഞ്ഞത് അവൻ ആനയാണ് തേങ്ങയാണ് നമ്മൾ പ്രശ്നത്തിലാകുമെന്നൊക്കെ. പക്ഷേ ഈ കൂട്ടുകാരി പെണ്ണ് ഹേവോണിനെ കാണുമ്പോൾ സീഹോനാണെങ്കിൽ മറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ലെന്ന് പറയും. ജീവുവിനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറയുകയാണ്. ശേഷം ഡിസിപ്ലിനറി കമ്മിറ്റി മെമ്പേഴ്സ് കാര്യമായിട്ട് എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ജീവോനെ എന്തോ കാണിച്ച് ഈ ഗ്യൂജിൻ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്ന് ഇവർക്കറിയാം. അത് വലിയ എന്തെങ്കിലും കാര്യം തന്നെ ആയിരിക്കും. ചിലപ്പോൾ അവളുടെ വല്ല വീഡിയോ ആയിരിക്കും എന്നെല്ലാം വിചാരിച്ചാണ് ഇവർ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർക്ക് ഒരു പെൻഡ്രൈവ് കിട്ടും. അത് കണക്ട് ചെയ്ത് അതിനകത്ത് എന്താണെന്ന് കാണാനിരിക്കുമ്പോഴാണ് ഈ സമയം അങ്ങോട്ടേക്ക് ഗ്യൂജിൻ വരുന്നത്. ഈ ഡിസിപ്ലിനറി റൂമിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഡിസിപ്ലിനറി കമ്മിറ്റി എന്ന് പറഞ്ഞ് സ്കൂൾ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഗ്യാങ് ആണിത്. അതുകൊണ്ട് തന്നെ അതിനകത്തിട്ട് ആരെ തല്ലിച്ചതച്ചാലും ഒരു കുഴപ്പം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതേ സമയം ഡിസിപ്ലിനറി റൂമിലെ ഗ്യൂജിനാണെങ്കിൽ ആ വീഡിയോ കാണാനിരുന്ന രണ്ടെണ്ണത്തിനെയും തല്ലിച്ചതക്കുകയാണ്. തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ സാധനം എടുത്തെന്നും പറഞ്ഞ്. നിങ്ങൾക്ക് കാണണോ? അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ കാണിച്ചു തരില്ലേ എന്ന് പറഞ്ഞ് ഇവർക്ക് കൂടെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ലീഹോണിൻ്റെ പേരിലാക്കി അവനെ ജുവനൈൽ ഹോമിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യൂജിൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. അതാകുമ്പോൾ ജീവോൺ പിന്നെ ഒറ്റക്കല്ലേ. സത്യത്തിൽ ഞാൻ ആ ലീഹോണിന് പൈസയൊന്നും കൊടുത്തിട്ടില്ല, അത് മറ്റവനാ. ആരാണെന്ന് അവർ ചോദിക്കുമ്പോൾ അത് ഗ്യൂജിൻ പറയുന്നില്ല. സത്യത്തിൽ ഈ പീഹാൻ ഭയങ്കര ജീനിയസ് ആണെന്നൊക്കെ ഈ ഗ്യൂജിൻ പറയുന്നത് കേൾക്കാം. ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം അവിടെയുള്ള ഒരു ലോക്കറിനകത്തിരിക്കുന്ന ഗ്യാമിൻ കേൾക്കുന്നുണ്ട്. ഇതേ സമയം ഓഫീസ് റൂമിലെ മിസ് ലീ പീഹാനോട് ലീഹോൺ എവിടെയാ ഉള്ളത്, നിങ്ങൾ തമ്മിൽ ക്ലോസ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരുമായിട്ടും ക്ലോസ് അല്ല. പിന്നെ അവൻ ആ ഗ്യൂജിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്ന് ഞാൻ കേട്ടു. ചിലപ്പോൾ ആ പൈസയും കൊണ്ട് അവൻ കടന്നു കളഞ്ഞു കാണും. അവൻ ആ പൈസ വാങ്ങിയത് നിനക്ക് വേണ്ടിയല്ലേ? നിന്റെ ആവശ്യത്തിന് പോകുന്ന വഴിയല്ലേ അവൻ ആ ആക്സിഡൻറ്റ് സംഭവിച്ചത്? അവൻ്റെ ക്ലാസ് ടീച്ചറുടെ റൂമിൽ അതിക്രമിച്ച് കയറാൻ വരെ നീ അവനെ പറഞ്ഞു വിട്ടു. നീ അവനെ ഓൾറെഡി ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയെങ്കിലും അവനെ വെറുതെ വിടാൻ വേണ്ടി ലീ മിസ് പറയുമ്പോൾ ഇത് പറയാനാണോ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? മിസ് ഇവിടെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടു. അത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായിരിക്കുന്നു. പക്ഷേ അല്ല. ലീഹോൺ സ്കൂളിലേക്ക് വന്നില്ലെങ്കിൽ അതങ്ങ് കണ്ടില്ല എന്ന് വെച്ചേക്കണം. അല്ലെങ്കിലും അവനെപ്പോലെയുള്ള ലോ ലൈഫിൻ്റെ കാര്യമൊക്കെ വിട്ടുകളയുന്നതാണ് നല്ലത്. എന്നാൽ ഇത് കേൾക്കുന്ന മിസ് ലീ പറയാണ്, ചില ആളുകളെ പ്രതീക്ഷയില്ലാത്തവരായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവരെ ഒരിക്കലും വിട്ടുകളയരുതെന്ന്. ഇതേ സമയം ഇവിടെ ഡിസിപ്ലിനറി റൂമിലെ ഗൂജിനാണെങ്കിൽ ലീഹോണിനെയും ജീവോണിനെയും ഭയങ്കര മോശമായിട്ട് പറയുകയാണ്. ഇത് കേട്ട ദേഷ്യത്തിൽ ഗ്യാമിൻ കൈ ചുരുട്ടി ഡോറിലോട്ട് അടിക്കുമ്പോൾ ഈ ശബ്ദം പുറത്തിരുന്ന് റൂമിലുള്ളവർ കേൾക്കും. എന്താ സംഭവം എന്നറിയാൻ വേണ്ടി കൂടെയുള്ള രണ്ടെണ്ണം കൂടെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നതും ഡോറും തള്ളി തുറന്നു വന്ന് അവർക്കിട്ട് കുറെ കൊടുക്കുകയാണ് ഗ്യാമി. കമ്പ്യൂട്ടറിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ USB ഡ്രൈവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാമി നോക്കുന്നത്. എന്നാൽ അതിന് ഗ്യൂജിൻ സമ്മതിക്കുമോ? ഗ്യൂജിനുമായിട്ട് പിടിച്ചു നിൽക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെടും. എങ്കിലും തന്ത്രപരമായിട്ട് അവസാനം ഗ്യാമി ആ USB ഡ്രൈവ് കൈക്കലാക്കുന്നു. ഗ്യൂജിനെ അടിച്ചു വീഴ്ത്തി അതും കൊണ്ടുപോകാനായിട്ട് ആ റൂമിൻ്റെ ഡോർ തുറക്കുന്നതും ഈ ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ കുറച്ച് മെമ്പേഴ്സും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. തങ്ങളുടെ മെമ്പേഴ്സിനെ ഇവൻ തല്ലിച്ചതച്ചിട്ടേക്കുന്നത് കാണുമ്പോൾ ഇവരും ഗ്യാമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇത് പുറത്തു നിന്ന് സീഹോണും ഹേവോണും കാണുന്നുണ്ട്. ഗ്യാമിൻ പ്രശ്നത്തിലാണെന്ന് ഇവർക്ക് മനസ്സിലാകും. അതിൽ നിന്ന് അവനെ സഹായിക്കാൻ വേണ്ടി ഇവർ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അതായത് സീഹോണും ഹേവോണും കൂടെ ഇവിടെ കിടന്നിപ്പോൾ തമ്മി തല്ലിയ ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് എന്തായാലും പുറത്തിറങ്ങി ഇവരുടെ കാര്യം അന്വേഷിക്കണം. അതവരുടെ ഡ്യൂട്ടിയാണല്ലോ. നീ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട. ഞാനിപ്പോൾ നടന്നു പോകുമ്പോൾ നീ പിറകിൽ നിന്ന് രണ്ട് തെറി പറഞ്ഞ് വിളിച്ചാൽ മതി. എന്നാൽ അതിനാണെങ്കിൽ ഹേവോണിന് പറ്റുന്നില്ല. അവൾ ഇതുവരെ ആരെയും തെറി പറഞ്ഞിട്ടില്ല എന്ന് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് കണ്ടാണ് അങ്ങോട്ടേക്ക് ജീവു വരുന്നത്. ഇവിടെ റൂമിലാണെങ്കിൽ ബാക്കി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഗ്യാമിനെ പിടിച്ചു വെക്കുന്ന സമയം ഗ്യൂജിൻ ആ വീഡിയോ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവൻ നേരെ ഇപ്പോൾ യൂട്യൂബിലോട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഇതേ സമയം സേഹോണിൻ്റെയും ഹേവോണിൻ്റെയും അടുത്ത് നിന്ന് ജീവു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. നിങ്ങളെയും കൂടെ ഞാൻ പ്രശ്നത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചു എന്നും പറഞ്ഞ് ഡിസിപ്ലിനറി റൂമിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ഇവർ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആ CPU ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ പൊക്കിക്കൊണ്ട് ഓടി വരുന്ന ഗ്യാമിനെയാണ്. ഇതെങ്ങനെയെങ്കിലും നശിപ്പിച്ച് ആ വീഡിയോ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഗ്യാമിൻ. ഇവൻ്റെ പിറകെ തന്നെ ഗ്യൂജിനും ബാക്കി മെമ്പേഴ്സും ഉണ്ട്.
ഗ്യാമിനാണെങ്കിൽ അറിയാതെ ആ കമ്പ്യൂട്ടറിൻ്റെ വയറ് തടഞ്ഞ് താഴേക്ക് കിടക്കും. ഈ പിറകെ വരുന്നവന്മാർ അത് എടുക്കും എന്നാകുമ്പോൾ ഗ്യാമിൻ എല്ലാത്തിൻ്റെയും കൂടെ മേലേക്ക് ചാടിക്കടന്ന് അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇത് നേരെ വരുന്നത് സേഹോൻ്റെ അടുത്തേക്കാണ്. സേഹോണെ വീഡിയോ അതിലുണ്ടടാ എന്ന് പറയും ഗ്യാമി. ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് സേഹോൺ അത് എടുത്തുകൊണ്ട് ഓടും. നേരെ റൂഫ് ടോപ്പിലോട്ട് എത്തുമ്പോൾ പിറകെ തന്നെ ഗ്യൂജിനും വരും. ഞാൻ വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. എന്നെ അനുസരിച്ച് ഇതിങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക്. നിനക്കറിയാലോ ഞാൻ ഡിസിപ്ലിനറി കമ്മിറ്റിയിലുണ്ടെന്ന്. വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കി വെക്കണ്ട എന്ന് പറയും. സേഹോൺ അതെടുത്ത് നേരെ താഴേക്ക് വലിച്ചെറിയും. ഇവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ക്യൂജിൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എടാ നാറി, ഞാൻ നിന്നെ അതുപോലെ എടുത്ത് എറിയോടാ എന്ന് പറഞ്ഞ് സേഹോൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്ന ക്യൂജിനെ ഇപ്പോൾ പിറകിൽ നിന്ന് ആരോ മുടിക്ക് പിടിച്ച് വലിക്കുകയാണ്. അത് ജീവുവായിരുന്നു. ഇപ്പോൾ വീഡിയോ ഇല്ലാണ്ടായ സ്ഥിതിക്ക് ഇനി അവനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലാക്കിയ അവൾ അവളുടേന്ന് ഒരുപാട് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ഇവിടെ ഓഫീസ് റൂമിലെ മിസ് ലീ, ഞാൻ ഒരിക്കലും നീ പറയുന്ന ഈ ലോ ലൈഫുകളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ ഒട്ടും വൈകാതെ നീ നിരാശപ്പെടുമെന്ന് പറയാണ് പീഹാൻ. എന്തോ ഒന്ന് കുത്തിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. ഇതേ സമയം തന്നെ സ്കൂളിലേക്ക് എന്തോ ഉദ്ദേശിച്ചെന്ന ഭാവത്തിൽ വരുന്ന ലീഹോണിനെയും കാണാം. ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാർ ഇങ്ങനെ ഗ്യാമിനെ ചെവിക്കിട്ട് പിടിച്ച് ഓഫീസ് റൂമിലോട്ട് കൊണ്ടുപോകുന്നു. പോകുന്ന സമയം അറിയാതെ ഇവൻ്റെ പോക്കറ്റിൽ നിന്ന് പെൻഡ്രൈവ് താഴേക്ക് വീഴും. അത് പിറകെ വരുന്ന ഹേവോണിനെ ഗാമി വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഹേവോൺ അത് എടുക്കാൻ പോകുമ്പോഴേക്കും അത് എടുക്കുന്നത് ആ ചൊറിയെത്തി പെണ്ണാണ്. ഇത് ഗ്യൂജിൻ്റെ അല്ലേ, ഞാനിത് അവന് കൊടുത്തിട്ട് വരാമെന്ന് പറയും. എന്നാൽ അതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. രണ്ടും കൽപ്പിച്ച് അവളിപ്പോൾ നേരത്തെ സേഹോൺ പറഞ്ഞു കൊടുത്ത പോലെ തെറി വിളിക്കുകയാണ്. ഇത് കേൾക്കുന്നതും പോയ സ്പീഡിൽ ആ ചൊറിയെത്തി പെണ്ണ് തിരിച്ചു വരും. എന്താണ് നീ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ച്. എന്നാൽ ഹേവോണും വെറുതെ ഇരിക്കില്ല. സർവ്വശക്തിയും എടുത്ത് അടിക്കാൻ വരുന്ന ഇവളെ ഓടിച്ചെന്ന് തള്ളി. ഇത് കണ്ടുകൊണ്ട് വരുന്ന ജീവു ആണെങ്കിൽ അവസാനമെങ്കിലും ഹേവോൺ ഇതിൽ ധൈര്യം പുറത്തേക്കെടുത്തല്ലോ എന്ന് കണ്ട് ഹേവോണിനെ അഭിനന്ദിക്കുന്നു. ഈ സമയം അവൾ തല്ലിച്ചതച്ചിട്ടേക്കുന്ന ഗ്യൂജിനെയും പൊക്കിക്കൊണ്ട് ഒരുത്തൻ പോകുന്നത് കാണാം. എന്നാൽ ഇവരുടെ പിറകിലായി തന്നെ എന്തോ ഒരു ഭാവത്തിൽ ലീഹോണും പോകുന്നുണ്ട്. ഇവൻ്റെ ഭാവമാറ്റത്തിന് കാരണം ഈ പീഹാൻ ലീഹോണിനോട്, അന്ന് നിന്റെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചത് ഈ ഗ്യൂജിനായിരുന്നു. ആ പൈസ തന്നെയാണ് അവൻ പിന്നീട് നിനക്ക് തിരിച്ചു തന്നതും. നിന്റെ വീഡിയോ വെച്ച് അവൻ നിന്റെ പെങ്ങളെ ഇതുവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് പീഹാൻ ഇവൻ്റെ കയ്യിലേക്ക് ഒരു കത്തിയും കൊടുക്കും. അങ്ങനെ ആ കത്തിയും കൊണ്ട് ഗ്യൂജിനെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ലീഹോൺ ഇപ്പോൾ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. അവിടുന്ന് നേരെ മുന്നിലുള്ള ഗ്യൂജിനെ കുത്തുന്നതും ഒരു നിമിഷം അവരൊന്ന് ഷോക്കായി പോവുകയാണ്. കാരണം കുത്തുകൊണ്ടത് ഗ്യൂജിനായിരുന്നില്ല, അതിനെ തടഞ്ഞ് മുന്നേ കയറി നിന്ന മിസ് ലീക്കായിരുന്നു. ഈ ലീഹോണിനോട് ലീ മിസ്സിനുള്ള സഹതാപത്തിൻ്റെ കാരണം ലീഹോണിനോ ജീവുവിനോ പാരൻസ് ഇല്ല. അവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചു വരുന്നതെന്നും ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഈ ലീ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മിസ്സിനെയാണ് താൻ കുത്തിയതെന്ന് അറിയുമ്പോൾ ലീഹോൺ ഒന്ന് പതറിപ്പോകുന്നു. അവൻ കരയുന്നത് കാണുമ്പോൾ ലീഹോൺ, നീ ഒരിക്കലും വിട്ടുകൊടുക്കരുത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്ന സമയം തന്നെ ലീയുടെ ബോധം പോയി താഴെ വീഴുകയാണ്. ഇത് കണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഓടി വരും. പെട്ടെന്ന് ഓടി ഗ്യാമിൻ അങ്ങോട്ടേക്ക് ചെന്ന് മിസ്സിനെ പൊക്കിയെടുത്തുകൊണ്ട് ഓടുന്നു. ശേഷം തൻ്റെ അനിയൻ്റെ കൈകൊണ്ട് ഇത് സംഭവിച്ചത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ ജീവുവിന് ഒരു മടിയുണ്ടെങ്കിലും രണ്ടും കൽപ്പിച്ച് അവൾ ലീയുടെ അടുത്തേക്ക് വരും. അവിടെ ഓൾറെഡി ഗ്യാമിനും ഹേവോണും സേഹോണും ഒക്കെ ഉണ്ടായിരുന്നു. ലീക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് ദിവസത്തെ റെസ്റ്റ് മാത്രം മതി. ലീഹോണിനെ നേരെ കൊണ്ടുപോയി ജയിലിലാക്കിയ ശേഷമാണ് ജീവു ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ലീയോട് ജീവു സോറി പറയുമ്പോൾ, നീയും ഞങ്ങളുടെ കൂടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യില്ലേ എന്ന് ചോദിക്കുകയാണ്. ഹേവോൺ ആണെങ്കിലും ഇപ്പോൾ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്ന പ്ലാൻ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഇവളുടെ ഫാമിലി താമസം മാറുന്നത് കുറച്ച് ദൂരേക്കാണെങ്കിലും എങ്ങനെയെങ്കിലും ഈ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാനാണ് അവളുടെ തീരുമാനം. ഞാനും സ്റ്റഡി ഗ്രൂപ്പിൽ ഒരു മെമ്പറാണ്, എനിക്കും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ പഠിക്കണം. നീയും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്ന് അവൾ സമ്മതിക്കുന്നു. ശേഷം ലൈബ്രറിയിലോട്ട് വരുന്ന ഇവർ കാണുന്നത് സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗ്യാമിനെയാണ്. സ്റ്റഡി ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ ഫോട്ടോയൊക്കെ ഒട്ടിച്ച് ചോദിച്ച് ഇനി വരാനുള്ള മെമ്പറിൻ്റെ സ്ഥലം ഒഴിച്ചു വിട്ടിട്ടുണ്ട്. ഇത് കണ്ട് ഇവനെ പ്രശംസിക്കുന്ന ഹേവോണിനെ കാണുമ്പോൾ, ഏയ് ഇതൊക്കെ ഈ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലീഡർ എന്ന നിലയ്ക്ക് എൻ്റെ കർത്തവ്യമല്ലേ എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഇവൻ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന ഭാവത്തിലാണ് സേഹോണും ജീവുവും. ശേഷം ലീഹോണിനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പീഹാനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ലീഹോണിനെ പോലെ അവനും ജുവനൈൽ ഹോമിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് സേഹോൺ പറഞ്ഞു കഴിയുമ്പോഴാണ് ലീഹോണിൻ്റെ പെങ്ങൾ അവിടെ ഇരിക്കുന്ന കാര്യം അവന് ഓർമ്മ വരുന്നത്. എന്നാൽ അവൾ അങ്ങനെ തന്നെയാണ് വേണ്ടത്, തെറ്റ് ചെയ്തവർക്ക് അത് തന്നെയാണ് ശിക്ഷ എന്ന് പറയുകയാണ്.
ഈ സമയത്താണ് ഇവരുടെ ഓപ്പോസിറ്റുള്ള ജനലിലോട്ട് ആരോ ഒരു വലിയ കരിങ്കല്ല് വലിച്ചെറിയുന്നത്. ചെന്ന് നോക്കുമ്പോൾ താഴെയുള്ള കുറേ എണ്ണം ഗാമിൻ്റെ പേരും വിളിച്ച് അലറുകയാണ്. ഗ്യൂജിനെയും കൂടെ ഗാമി തോൽപ്പിച്ചു എന്നറിയുമ്പോൾ സ്കൂൾ മൊത്തം ഇപ്പോൾ ഗാമിനൊരു ഗ്യാങ്സ്റ്ററാണ് എന്ന രീതിയിൽ പരന്നിരിക്കുന്നു. ഇവരുടെ സ്കൂളിലെ ഡിഫറൻറ്റ് ഗ്രേഡിലുള്ള ആളുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യില്ല എന്നൊരു റൂളുണ്ട്. ഗ്യൂജിനെ തല്ലി ആ ഒരു റൂൾ ഗാമിൻ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. 11 ഗ്രേഡിലെ റാങ്കിംഗ് സിസ്റ്റത്തിൽ നമ്പർ 1ൽ നിൽക്കുന്ന തേഹോ എന്നൊരുത്തനാണ് ഇപ്പോൾ ഗാമിനെ വെല്ലുവിളിച്ച് താഴെ നിൽക്കുന്നത്. ഇറങ്ങി വാടാ, ആരാ ഇവിടെ ജയിക്കാൻ പോകുന്നത് നമുക്കിന്ന് കാണാം എന്ന് പറഞ്ഞ് ഇവൻ വലിയ കാര്യത്തിൽ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ ജയിച്ചോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോവുകയാണ് ഗാമി. അത് കണ്ട് അവൻ പേടിച്ചതാണോ അതോ അവൻ എന്നെ കളിയാക്കിയതാണോ എന്ന് വിചാരിക്കും. ഞാൻ നിനക്ക് കാണിച്ചു തരാടാ, നീ താഴെ വാ, എനിക്കൊന്ന് കാണണം. ഇതേ സമയം ഇവൻ്റെ ടീമിലുള്ള 2 എണ്ണം ഒരു ചുവന്ന മുടിക്കാരനെ പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. ജൂൺ എന്നാണ് ഇവൻ്റെ പേര്. ഇവൻ്റെ കയ്യിൽ ഈ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ അപ്ലിക്കേഷൻ കണ്ടുകൊണ്ടാണ് ഇവർ ജൂണിനെ പൊക്കിക്കൊണ്ടുവന്നത്. എടാ നീ ഈ യൂസോൺ ടെക്നിക്കൽ ഹൈസ്കൂൾ ഇല്ലാണ്ടാക്കും എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്, എന്നിട്ടാണോ ഈ വൃത്തികെട്ട സാധനം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? എന്തോന്നിത്, സ്റ്റഡി ഗ്രൂപ്പ് അപ്ലിക്കേഷനോ എന്ന് താഴെ നിന്ന് ഇവന്മാർ പറയുന്നത് കേൾക്കുന്ന ഗാമിൻ ഇപ്പോൾ തലയിട്ട് നോക്കുകയാണ്. തനിക്ക് ആ പേപ്പർ തരാൻ വേണ്ടി ഗാമിൻ പറയുമ്പോൾ ജൂണിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇവൻ കീറിക്കളയുന്നു. ഇനി ആരൊക്കെ ഇതും പിടിച്ചു നിൽക്കുന്നത് കണ്ടാലും അവരെയെല്ലാം ഞാൻ കൊല്ലുമെന്ന് പറയും. ഇത് ഗാമിന് പറ്റില്ല. ഒന്നും നോക്കാതെ അവൻ ആ ജനലിൽ നിന്ന് എടുത്തു ചാടും. ഇത് കണ്ട് എല്ലാത്തിനെയും കണ്ണു തള്ളിപ്പോകുന്നു. താഴേക്ക് ചാടിയ 11 ഗ്രേഡിൽ ഫസ്റ്റ് റാങ്കിലുള്ള ഇത്രയും നേരം ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന അവനെ ഒരൊറ്റ അടിയിൽ തന്നെ താഴേക്കിടും. ഇത് കണ്ട് ഭയങ്കര ഇമ്പ്രസ് ആയിട്ട് ഇരിക്കുകയാണ് ജൂൺ. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.